ശ്രീ വി ഡി സതീശനെ തോൽപ്പിക്കാൻ CPM BJP ഡീലോ? ശ്രീ സെൻകുമാർജി വളരെ തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്, യഥാർത്ഥത്തിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ CPM-ന് അവിടെ രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് ഓപ്പണായ ഒരു ഡീലിലേക്ക് പോവുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും കടന്നാക്രമിച്ച് മുസ്ലിം വിരോധം പറഞ്ഞ് നമ്പൂതിരിയും നായരും നസ്രാണിയും അമ്പലവാസിയും നായാടിയും എല്ലാം ഒന്നിക്കണം, അതിൽ മുസ്ലിമിനെ മാറ്റി നിർത്തി ഇന്നലെ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മെഗാഫോണാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജി എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന്റെ മാറുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിലെനിക്ക് അത്ഭുതം തോന്നിയത് വളരെ ഓപ്പണായിട്ട്, അതായത് പണ്ടൊന്നും അങ്ങനെ അത്ര ഓപ്പണായിട്ട് പറയില്ലായിരുന്നു. നോർത്ത് പറവൂരിൽ വി ഡി സതീശനെ തോൽപ്പിക്കാൻ BJP BDJS സ്ഥാനാർത്ഥികളെ നിർത്താതെ രണ്ടാമത് വരുന്ന ആൾക്ക് വോട്ട് കൊടുക്കണമെന്ന് ശ്രീ സെൻകുമാർജി അതേപോലെ പറഞ്ഞിരിക്കുകയാണ്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് ഇവിടെ. തോൽപ്പിക്കാനായിട്ട് ഹിന്ദുക്കൾ വോട്ട് ചെയ്യണമെന്ന് വി ഡി സതീശനെ പോലുള്ള ഹിന്ദുത്വവാദികൾ അങ്ങനെ എടുത്താൽ മതി, അല്ലാതെ അവരൊന്നും ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞാൽ ശരിക്കും നമ്മുടെ എല്ലാം രാഷ്ട്രീയ രൂപമായിട്ടുള്ള BJP നേതൃത്വങ്ങൾ ഇപ്പോഴെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് അവർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് ജയിക്കാം അല്ലെങ്കിൽ ജയത്തിന് അടുത്തെത്താം എന്നുള്ള സീറ്റുകളിൽ ഒഴികെ കുറച്ച് സീറ്റുകളിലെങ്കിലും ഒന്നാം നമ്പർ ശത്രു, ഹിന്ദുവിന്റെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് ഹിന്ദുത്വവാദി എന്ന് പറഞ്ഞാൽ മതി. ഹിന്ദു മഹാത്മാഗാന്ധിയാണ്, വിവേകാനന്ദനാണ് ഹിന്ദുത്വവാദി. വർത്തിക്കുന്നത് അഹിന്ദുക്കളല്ല, ഹിന്ദു നാമധാരികളാണ്. ആ ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ വോട്ട് ഉപയോഗിക്കണം. അല്ലാതെ അത് ഒരു മൂന്നാം സ്ഥാനത്തിന് വേണ്ടി വാങ്ങിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഒരു 5ഓ 6ഓ ഹിന്ദു നാമധാരി, അതായത് യഥാർത്ഥത്തിൽ CPM-നും ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ രണ്ടാമത് വരുന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് രണ്ടാമത് എത്തിയത്. അങ്ങനെ ആ രീതിയിൽ വേണം എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? യഥാർത്ഥത്തിൽ ഇതാണ് സെൽഫ് ഡിസ്ട്രക്റ്റീവായി ബാക്കിയുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരാൾ അല്ലെങ്കിൽ ഒരു മനസ്ഥിതിയോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർ വരുന്നത്. ഇനി വെള്ളാപ്പള്ളി നടേശൻ സാർ അവിടെ നിന്നും കടന്ന് ശ്രീ വി ഡി സതീശൻ ഈഴവ വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ നന്നായി പിന്തുടരുന്ന, ഒരർത്ഥത്തിൽ ആധുനിക കേരളത്തിലെ ഒരു ആധുനിക നെഹ്റുവിയനായ, യഥാർത്ഥ നെഹ്റുവായ വ്യക്തിയാണ് ശ്രീ വി ഡി സതീശൻ. അദ്ദേഹത്തെ തടയാൻ ജാതി മത വർഗീയത ഉപയോഗിക്കുന്ന ആൾക്കാർ അതിശക്തമായി മുമ്പോട്ട് വരുന്നത് വളരെ എന്താ പറയണേ, രാഷ്ട്രീയപരമായി കൗതുകമുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ വളരെ തെറ്റായൊരു ട്രെൻഡാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാറും TP സെൻകുമാർ സാറും ഒക്കെ മുസ്ലിം വിരോധത്തിന്റെ ആംഗിളിൽ നിന്ന് പറയുന്നതാണ്. അടുത്ത തവണ ഒരു കാരണവശാലും മുസ്ലിം ലീഗിന് അധികാരം കിട്ടരുത് എന്ന മുസ്ലിം വിരോധത്തിന്റെ പേരിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വിശിഷ്യ നായാടി മുതൽ നമ്പൂതിരി വരെ, നായാടി മുതൽ നായർ മുതൽ നമ്പൂതിരി വരെ, നസ്രാണി വരെ കോർഡിനേറ്റ് ചെയ്യാന്നാണ്. പക്ഷേ വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും ബേസിലുള്ള ഒരു കാര്യങ്ങളും വിജയിക്കില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ സാർ ഓർക്കണം. യഥാർത്ഥത്തിൽ എന്താ പറയുന്നത്, ഇത് ഒരു തരം ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ്. അത് നമ്മൾ ഓർത്താൽ മതി. സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് വിരുദ്ധമാണ്. അത്തരത്തിലുള്ള നിലപാട് പറയരുത്, മുസ്ലിം വിരോധം പറയരുത്. അത് ഗുരുദേവ നിന്നയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനെ സ്മരിച്ചുകൊണ്ട് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരുമിക്കുന്ന ഗാന്ധിയൻ പാതയിൽ പോകണം, മതസൗഹാർദ്ദത്തിന്റെ പാതയിൽ പോകണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത്.